ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ തിരുവനന്തപുരത്തെ രാജാജി നഗറിൽ ജനങ്ങൾക്ക് അപകടക്കെണിയായി വർഷങ്ങൾക്ക് മുൻപേ സർക്കാർ നിർമ്മിച്ച ഫ്ളാറ്റുകളുടെ മേൽക്കൂര പലതും ഇടിഞ്ഞു വീണ നിലയിലാണ്. ചെറിയ മഴയിൽ പോലും ഫ്ളാറ്റുകൾ ചോർന്നൊലിക്കും. മേൽക്കൂര അടർന്നു വീണ് നിരവധി പേർക്ക് പരിക്ക് പറ്റുകയും ചെയ്തിട്ടുണ്ട്. പുതിയ ഫ്ളാറ്റ് നിർമ്മിച്ചുവെങ്കിലും ഉപഭോക്താക്കൾക്ക് കൈമാറിയിട്ടില്ല എന്നുള്ളതാണ്. പ്രതികരണം കാണാം. അമ്മ എന്തായിരുന്നു സംഭവിച്ചത്? ഇത് അമ്മമ്മയുടെ ദേഹത്തൂടെ ഇടിഞ്ഞു വീഴും. ഇത് എൻ്റെ ദേഹത്തൂടെ ഇടിഞ്ഞു വീഴ ഞാൻ ആ സൈഡിൽ കിടക്കുകയായിരുന്നു. അപ്പോൾ കൈ ഇങ്ങനെ നീട്ടി വെച്ച് തല ഇങ്ങനെ ഇതിൽ വച്ചും കൊണ്ട് കിടന്നു. കൊടുക്കാൻ പിന്നെ എന്തോന്ന് സംഭവിച്ചെന്നറിഞ്ഞില്ല. എൻ്റെ കൊച്ചും ഇവൻ്റെ ചേച്ചി കിടന്ന് കരയുന്നു. അപ്പോൾ സൗണ്ട് കേട്ടുകൊണ്ട് എൻ്റെ അനിയത്തിയുടെ മോളും മരുമോനും ഒക്കെ ഓടി വന്നപ്പോൾ ഞാൻ മണ്ണിൻ്റെ അടി മണ്ണേത് ഞാനേതെന്ന് അറിഞ്ഞത് ആരും അവർ മണ്ണിൻ്റെ അടിയിൽ നിന്നാണ് എന്നെ തോന്നിയിരിച്ചത്. എല്ലാ വീടുകളിലും ഇവിടെ ഇതേ അവസ്ഥ തന്നെ. എല്ലാ വീടും ഇതേ അവസ്ഥ തന്നെ. ഞാൻ 3 പ്രാവശ്യം ശരിയാക്കിയ വീടാണ്. എന്നിട്ടും ഇപ്പോൾ ജീവൻ തന്നെ കിട്ടിയത് പുണ്യം. വലിയ മഴ പെയ്യുമെങ്കിൽ കുറേശ്ശെ മണ്ണ് ഇങ്ങനെ പൊഴിഞ്ഞ് വരുന്നിട്ട് പിന്നെ അങ്ങനെ ഇരിക്കുമ്പോൾ കുറേ വലിയ കഷ്ണമായിരിക്കും. അങ്ങനെ വരുന്നു. അതുകൊണ്ട് ഇപ്പം ഞാൻ ഇവിടെ 2 മാസമായി ഇവിടെ ഈ വീട്ടിൽ കിടന്നിട്ട്. കാരണം പിള്ളേരും പേടിച്ച് തന്നെ ഇവിടെ കിടക്കാൻ സമ്മതിക്കില്ല. ഭയമാണല്ലേ ഇവിടെ കിടക്കാൻ ഭയമാണ് എനിക്ക്. സാന്ത്വന സാജു വിവരങ്ങൾക്കും. സാന്ത്വന, ഭയപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ തന്നെയാണ്. എത്ര വർഷം പഴക്കമുള്ള ഫ്ളാറ്റുകളാണ് പുതിയവ നിർമ്മിച്ചിട്ടുണ്ട്, എന്നിട്ട് ഇപ്പോഴും അത് കൈമാറുന്നില്ല എന്നുള്ളതാണ്. ശക്തമായൊരു മഴ പെയ്തു കഴിഞ്ഞാൽ ഒരു വലിയ ദുരന്ത സാധ്യതയുള്ള സ്ഥലമാണിത്. എത്ര പേർ താമസിക്കുന്ന ഇടമാണിത് സാന്ത്വന? തിരുവനന്തപുരം രാജാജി നഗറിനെ കുറിച്ച് കേട്ടിട്ടുണ്ടായിട്ടില്ലാത്ത ആളുകൾ ഇല്ല എന്ന് തന്നെ പറയാം. കാരണം വളരെ തിരുവനന്തപുരത്തേക്ക് വരികയാണെങ്കിൽ തിരുവനന്തപുരത്തിന്റെ ഹൃദയഭാഗത്തുള്ള ഒരു സ്ഥലമാണ് രാജാജി നഗർ. ഏതാണ്ട് 12 ഏക്കറോളം വ്യാപിച്ചു കിടക്കുന്ന ഏതാണ്ട് 1000-ലധികം കുടുംബങ്ങൾ താമസിക്കുന്ന ഒരു സ്ഥലമാണ്. 1000-ലധികം കുടുംബങ്ങൾ എന്ന് പറയുമ്പോൾ ഈ രാജാജി നഗറിൽ മാത്രം ഏതാണ്ട് 5000-ഓളം ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഒരു സ്ഥലമാണ്. വർഷങ്ങൾക്ക് മുൻപ് ഇവരെ പുനരധിവസിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സ്മൃതി ഇവിടെ ഫ്ളാറ്റുകൾ നിർമ്മിച്ചത്. നിരവധി ഫ്ളാറ്റുകൾ നിർമ്മിച്ചിട്ടുണ്ട്. ആ ഫ്ളാറ്റിനകത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഏതാണ്ട് 48 വർഷം പഴക്കമുള്ള ആ ഫ്ളാറ്റുകളാണ് ഇവയൊക്കെ തന്നെ. ഇനി ഇതിന്റെ മേൽക്കൂരയിലേക്കൊക്കെ നോക്കിയാൽ ഇവിടെയൊക്കെ നോക്കിയാൽ വലിയ പ്രശ്നമില്ല സ്മൃതി. പക്ഷെ മുകളിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാം ഇത് അപകടക്കെണിയായി ഏത് നിമിഷവും മേലേക്ക് വന്ന് പതിക്കാവുന്ന തരത്തിൽ ഇങ്ങനെ വിണ്ട് കീറി പൊട്ടിയിരിക്കുകയാണ്. കമ്പികൾ മാത്രമാണ്. ആദ്യത്തെ ഭാഗത്തുള്ള കോൺക്രീറ്റ് മൊത്തത്തിൽ തന്നെ ഇളകി പോയിരിക്കുകയാണ്. നമുക്ക് കാണാം ഇനി കമ്പി മാത്രമാണ് ബാക്കിയുള്ളത്. ആ ഭാഗത്തൊക്കെ തന്നെയും ഇങ്ങനെ ഇടിഞ്ഞ് ഇരിക്കുകയാണ്. നേരത്തെ നമ്മളോട് സംസാരിച്ച അമ്മ അവരുടെ ദേഹത്തേക്കാണ് ഈ ഭാഗത്തെ കോൺക്രീറ്റ് പാളികൾ ഇങ്ങനെ അടർന്ന് വന്ന് വീണത്. അവർ ഒരു ദിവസം വൈകുന്നേരം ഇവിടെ കിടന്ന് ഉറങ്ങുകയായിരുന്നു. ആ സമയത്താണ് ഇത്തരത്തിൽ ഈ കോൺക്രീറ്റ് പാളി അടർന്ന് വന്ന് അമ്മയുടെ ദേഹത്തേക്ക് വീഴുകയും അവർക്ക് വലിയ രീതിയിൽ പരിക്ക് പറ്റുകയും ചെയ്തത്. കൈക്ക് ഏതാണ്ട് 7ഓളം തുന്നലുണ്ടായിരുന്നു. മുഖത്ത് വലിയ മുറിവ് സംഭവിച്ചു. ഇത് ആ അമ്മയുടെ മാത്രം അവസ്ഥയല്ല സ്മൃതി. ഇതിപ്പോൾ ഒരു വീടാണ്. നമുക്ക് തൊട്ടടുത്ത ആ ഫ്ളാറ്റിലേക്ക് ഒന്ന് പോയത് ഒരു വാതിൽ കഴിഞ്ഞാൽ തൊട്ടടുത്ത വാതിൽ അടുത്ത ഫ്ളാറ്റാണ്. അങ്ങനെ ചേർത്ത് ഉണ്ടാക്കിയിരിക്കുന്ന കെട്ടിടങ്ങളാണ്. പഴയ രീതിയിൽ നിർമ്മിച്ചിരിക്കുന്നതാണ്. അടുത്ത വീട്ടിലേക്ക് വന്നാൽ സ്ഥിതി നോക്കിയാൽ കാണാം. നമുക്ക് സീലിംഗ് ഫാനൊക്കെ അതേപടി ഇളകി വീണു. ആ സീലിംഗും കാരണം വെള്ളം വീഴാതിരിക്കാനാണ് ഇങ്ങനെ സീലിംഗ് അടിച്ചത്. പക്ഷേ സീലിംഗോടുകൂടി പൂർണ്ണമായും ഇളകി വീണ സ്ഥിതിയാണ് ഉള്ളത്. ഇത് സ്മൃതി 2 നിലകളിലായിട്ടാണ് ഈ ഫ്ളാറ്റ് പണിതിരിക്കുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് 2ാമത്തെ നിലയിലാണ്, മുകളിലത്തെ നിലയിലാണ്. ഇനി താഴത്തെ നിലകളിലേക്ക് പോയാലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ സ്മൃതി, ഈ മുകളിലത്തെ നിലയിലെ ശുചിമുറികളിൽ നിന്നും വീഴുന്ന വെള്ളം അത് ഈ ഭിത്തികളിൽ കൂടി ഒലിച്ചിറങ്ങി താഴത്തെ വീട്ടിലെ അടുക്കളകളിലും ഹാളിലും അവർ ഭക്ഷണം കഴിക്കുന്ന സ്ഥലത്തും ഒക്കെയാണ് വീഴുന്നത്. ഒരു മുറിയും ഒരു അടുക്കളയും ഒക്കെയാണ് ഈ ഫ്ളാറ്റിനകത്ത് ഉള്ളത്. അതിനകത്താണ് ഇത്തരത്തിൽ ഈ കക്കൂസ് മാലിന്യം അടക്കം വന്ന് വീഴുന്ന സാഹചര്യമുള്ളത്. ഇനി മുകളിലെ ഭാഗത്തേക്കൊക്കെ നോക്കുകയാണെങ്കിൽ ഇതിന്റെ മുകളിൽ വെള്ളം ഇങ്ങനെ കെട്ടിക്കിടന്നിട്ട് അത് അരിച്ചിറങ്ങിയാണ് പലയിടങ്ങളിലും ഇത്തരത്തിൽ വലിയ ചോർച്ച. നമുക്ക് ഇവിടെ നോക്കിയാൽ കാണാം ഈ ഭാഗത്തൊക്കെ ഇങ്ങനെ കമ്പി തെളിഞ്ഞ് കാണുന്ന സാഹചര്യമാണുള്ളത്. ഈ അമ്മയുടെ മേലേക്കാണ് ആ കമ്പിയും ഇതെല്ലാം വന്ന് വീണത്. എന്തായിരുന്നു അമ്മ എന്ന് സംഭവിച്ചേ? ഞായറാഴ്ച 5 മണിയായപ്പോൾ തേയിലയിട്ട് കുടിക്കാന്നും പറഞ്ഞുകൊണ്ട് അപ്പോൾ പിന്നെ ഞായറാഴ്ച ആവുകൊണ്ട് ഞങ്ങൾക്കത് കിടന്നു. കിടന്നതും കുറച്ച് ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒരു സൗണ്ട് കേട്ടു. അപ്പോൾ ഈ വീട്ടിലുള്ള ചെറുക്കനും പെണ്ണും ഓടി വന്നപ്പോൾ ഞാൻ മണ്ണിന്റെ അടി കിടക്കാണ്. ഈ മുഖം ഇങ്ങോട്ടൊന്ന് തിരിച്ചാൽ നമുക്ക് കാണാം കേട്ടോ. ഈ ഭാഗം അത്രയും ഇങ്ങനെ മുറിവ് സംഭവിച്ചതാണ്. ഇന്നലെ ഞാൻ വന്നപ്പോൾ പറയുമായിരുന്നു എനിക്ക് ഇത്രയും വലിയ നീളമുള്ള മുടി ഉണ്ടായിരുന്നു. പക്ഷെ ആ അപകടം പറ്റിയതിനു ശേഷം ആ മുടിയെല്ലാം മുറിച്ച് കളയേണ്ടി വന്നു. മുടി പോയതിൽ വിഷമമില്ല. അമ്മയുടെ വീട്ടിൽ 2 കുഞ്ഞു മക്കളുണ്ട്. അപ്പം ഒരു മോൻ അടുത്ത് കിടന്നുറങ്ങുന്നുണ്ടായിരുന്നു, 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന മോൻ. ആ മോന്റെ ദേഹത്ത് വീണില്ലല്ലോ എന്നുള്ള ആശ്വാസമാണ് എനിക്കുള്ളത്.
മുടി പോയതിലൊന്നും വിഷമമില്ല എന്നിങ്ങനെ പറയുക. എന്താ ഈ അമ്മയുടെ കാര്യവും മാറ്റമില്ലാത്ത സ്ഥിതി തന്നെയാണ്. അമ്മയുടെ ദേഹത്ത് ഇതുപോലെ വീണിട്ടുണ്ടല്ലേ? 3 പ്രാവശ്യം വരുന്നു. ഒരിക്കൽ മെഡിക്കലിൽ കൊണ്ടുപോയി, പിന്നെ ജനറൽ ആശുപത്രിയിൽ കൊണ്ടുപോയി. ഇവിടെ ഞാൻ വെട്ടിട്ടുണ്ട്. പേടിയാണല്ലേ വീട്ടിൽ കിടക്കാൻ? സാന്ദ്ര, ഇതിൽ അധികൃതരുടെ പ്രതികരണം തേടേണ്ടതാണ്. ഇതിനൊരു തുടർച്ചയുണ്ടാകേണ്ടതാണ് ഈ വാർത്തയ്ക്ക്. കാരണം ഈ പുതിയ ഫ്ളാറ്റുകൾ നിർമ്മിച്ചു കഴിഞ്ഞിട്ടും അവർക്ക് കൈമാറാത്തത് എന്ത് എന്നുള്ളതിൽ കൃത്യമായ വിസ്തീർണം ലഭിക്കേണ്ടതാണ്. ഇപ്പോഴുള്ള കെട്ടിടം ഏത് സമയത്തും നിലംപൊത്താമെന്ന രൂപത്തിലാണ് പല കെട്ടിടങ്ങളും ഉള്ളത്. അവിടെ പ്രായമായ സ്ത്രീകൾ, അവരുടെ തലയിലേക്ക് ഈ കോൺക്രീറ്റ് സ്ലാബിന്റെ കഷ്ണങ്ങൾ വന്ന് വീണിട്ട് പരിക്കേറ്റതിന്റെ കാര്യമാണ് അവർ ഇപ്പോൾ നമ്മളോട് പറഞ്ഞത്. മാത്രമല്ല കൊച്ചുകുട്ടികളടക്കമുണ്ട്. ഒരു വലിയ ദുരന്തമാകാതിരിക്കട്ടെ, വളരെ വേഗം നടപടിയെടുക്കേണ്ട കാര്യമാണ്. അധികൃതരുടെ പ്രതികരണങ്ങൾ തേടുക സാന്ത്വന.